നമസ്കാരം. മലയാള സിനിമയുടെ ചരിത്ര വഴികളിലേക്ക് സ്വാഗതം. സാഹിത്യത്തിലും സിനിമയിലും അതുല്യ പ്രതിഭയായ എം ടി വാസുദേവൻ നായർ ആദ്യം എഴുതിയ സിനിമ 1965 പുറത്തിറങ്ങിയ മുറപ്പെണ്ണ്. തെന്നിന്ത്യയിൽ പിന്നീട് വളരെയധികം ശ്രദ്ധേയയായ നടി ജ്യോതിലക്ഷ്മിയുടെ മലയാളത്തിലെ അരങ്ങേറ്റ ചിത്രം. രൂപവാണി പിക്ചേഴ്സിന്റെ ബാനറിൽ ശോഭന പരമേശ്വരൻ നായർ നിർമ്മിച്ച് എ വിൻസെന്റ് സംവിധാനം ചെയ്ത ചിത്രം. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എം ടി വാസുദേവൻ നായർ എഴുതിയ സ്നേഹത്തിൻ്റെ മുഖങ്ങൾ എന്ന ചെറുകഥയെ ആധാരമാക്കി നിർമ്മിച്ച ചിത്രത്തിൻ്റെ തിരക്കഥയും സംഭാഷണവും എഴുതിയതും എം ടി വാസുദേവൻ നായർ തന്നെയായിരുന്നു. കൂട്ടുകുടുംബങ്ങളുടെ ഘടനയിലുള്ള സങ്കീർണത, അതുപോലെ തന്നെ ബന്ധങ്ങളിലെ പിരിമുറുക്കങ്ങൾ എന്നിവയെല്ലാം ആയിരുന്നു ചിത്രത്തിൻ്റെ അന്തസ്സത്ത. പ്രണയ നൈരാശ്യം, ത്യാഗപൂർണമായ നിലപാടുകൾ എന്നിവയെല്ലാം ചിത്രത്തിൽ കടന്നു വന്നു. ഫ്യൂഡലിസ്റ്റ് വ്യവസ്ഥിതിയുടെ ഭാഗമായുള്ള മാമൂലുകൾ, അതുപോലെ തന്നെ അനുഷ്ഠാനങ്ങൾ ഒക്കെ തന്നെ സിനിമയിൽ ഉണ്ടായിരുന്നു. മുറപ്പെണ്ണ്, മുറച്ചെറുക്കൻ തുടങ്ങി സമൂഹം അംഗീകരിച്ച സാമ്പ്രദായിക ബന്ധങ്ങൾ, അതേ ചുറ്റിപ്പറ്റിയായിരുന്നു ചിത്രത്തിൻ്റെ പ്രമേയം നിലനിന്നത്. പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന, സമൂഹത്തിൽ ചുറ്റുവട്ടത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന നിലയിൽ ഈ ഫാമിലി ഡ്രാമ കൂടുതൽ ജീവിതത്തോട് അടുത്ത് നിന്നു. അതുതന്നെയാണ് ചിത്രത്തിൻ്റെ വിജയത്തിൻ്റെ പ്രധാന ഘടകവും. ചെറിയ കഥാപാത്രങ്ങളിൽ പോലും പൂർണ്ണത വരുത്താൻ എം ടി വാസുദേവൻ നായർ ശ്രദ്ധിച്ചിരുന്നു. ചിത്രത്തിൽ നായകനായ ബാലൻ്റെ വേഷത്തിൽ പ്രേംനസീറും അദ്ദേഹത്തിൻ്റെ മുറപ്പെണ്ണായ ഭാഗീരഥിയുടെ വേഷത്തിൽ ശാരദയും അഭിനയിച്ചു. കെ പി ഉമ്മർ, മധു, പി ജെ ആൻ്റണി, ജ്യോതിലക്ഷ്മി തുടങ്ങിയവരായിരുന്നു മറ്റ് പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. ഭാരതപ്പുഴ മലയാള സിനിമയിലെ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഭാഗ്യ ലൊക്കേഷനായി മാറിയ സിനിമ, അടയാളപ്പെടുത്തിയ സിനിമയാണ് മുറപ്പെണ്ണ്. ചെറുതുരുത്തിയിലായിരുന്നു ഷൂട്ടിംഗ്. ചിത്രത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ മദ്രാശിയിലെ സത്യം സ്റ്റുഡിയോയിലാണ് ചിത്രീകരിച്ചത്. പരമ്പരാഗത ശൈലിയിലുള്ള 4 കെട്ടിൻ്റെ സെറ്റിലായിരുന്നു ചിത്രീകരണം. വള്ളുവനാടൻ ഭാഷയാണ് ചിത്രത്തിൽ ഉപയോഗിച്ചത്. ഒരു ചിത്രത്തിൽ ഉടനീളം ഒരു പ്രാദേശിക ഭാഷ ആദ്യമായി അവതരിപ്പിച്ച സിനിമ മുറപ്പെണ്ണാണ്. പിന്നീട് മലയാള സിനിമയിൽ വള്ളുവനാടൻ ഭാഷ ഒരു ട്രെൻഡായി മാറുന്നതും നാം കണ്ടു. പി ഭാസ്കരൻ, ബി എ ചിദംബരനാഥ് ടീമിൻ്റെ 5 ഗാനങ്ങളാണ് ചിത്രത്തിലുള്ളത്. 5ഉം സൂപ്പർ ഹിറ്റ് ഗാനങ്ങളായിരുന്നു. ശാന്ത പി നായരും എസ് ജാനകിയും ചേർന്ന് പാടിയ കടവത്ത് തൂണിയെടുക്കുമ്പോൾ, യേശുദാസിൻ്റെ എവർഗ്രീൻ സോളോ ഹിറ്റ് കരയുന്നു പുഴ ചിരിക്കുന്നു, എസ് ജാനകി പാടിയ കളിയാക്കി എന്നെ കളിയാക്കി, ഈ ഗാനങ്ങളെല്ലാം കാലാതീതമായ ഹിറ്റുകളായി മാറി. ചിത്രം വളരെയധികം ശ്രദ്ധേയമായി, അക്കാലത്തെ ഏറ്റവും വലിയ വിജയമായി 175 ദിവസമാണ് തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ചത്. ഒരു സിനിമ റിലീസ് ചെയ്തതിന് ശേഷം അതിൻ്റെ തിരക്കഥ പുസ്തക രൂപത്തിൽ പുറത്തു വന്ന ആദ്യത്തെ മലയാള ചിത്രം മുറപ്പെണ്ണാണ്. എം ടി വാസുദേവൻ നായർ, എ വിൻസെൻ്റ് ടീമിൻ്റെ കൂട്ടുകെട്ടിൽ നിരവധി സൂപ്പർ ഹിറ്റുകളാണ് പിറന്നത്. അതിൻ്റെ തുടക്കം മുറപ്പെണ്ണായിരുന്നു. അസുരവിത്ത്, നിഴലാട്ടം, നഗരമീ നന്ദി, കൊച്ചിതമ്മാടി എന്നിവയൊക്കെയാണ് ആ സിനിമകൾ. മലയാള സിനിമയുടെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.